ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് കുഞ്ഞൻ മത്തിയും കപ്പയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിത് കപ്പയും ഈ മീനും ഇട്ടിട്ടൊന്ന് ഉടക്കാമെന്ന്. അപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോരുത്തർ ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ടത് ക്ലീൻ ആക്കട്ടെ. ദേ കപ്പയൊക്കെ ക്ലീൻ ആക്കിയിട്ട് നല്ല വൃത്തിയിൽ ക്ലീൻ ആക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ദേ മത്തിയും ഞാനിവിടെ നല്ല ക്ലീൻ ആക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണണ്ടേ? കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണം. മത്തിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടണം. ആദ്യം കറിവേപ്പില ഇട്ടിട്ട് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇത് മൂന്നും കൂടെ ഈ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂന്നും കൂടെ നമുക്ക് നല്ല കൈ വെച്ചിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് പുഴുങ്ങിയെടുക്കണേ. നമ്മളിത് പുഴുങ്ങിയാണ് എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. ആ സമയം കൊണ്ട് കുക്കറിൽ വെള്ളം ഒഴിച്ച് കപ്പയും ഇട്ടിട്ട് ഉപ്പിടാതെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ദേ ഇവിടെ നമ്മൾ വേവിക്കാൻ വെച്ച മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതേ മുള്ളിങ്ങനെ കളഞ്ഞിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിലൊക്കെ പെട്ടുപോകും, നമുക്കും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോന്ന് ദേ ഈ രീതിയിലാണ് നമ്മളത് മാറ്റിയെടുക്കുന്നത്. ദേ അതിൻ്റെ മാംസം മാത്രമായിട്ട് എടുക്കുക, മുള്ള് മാറ്റി വെക്കുക. ദേ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ. ഓരോന്ന് ഇത് പെട്ടെന്നാണ് അടർത്തി എടുക്കാൻ പറ്റും. ഞാൻ ചൂടായതുകൊണ്ടാണ് കേട്ടോ, എനിക്കത് കൈ പൊള്ളാണ്. ദേ ഇപ്പം ഞാൻ മുഴുവനും ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാം മാംസം വേറെ, അത് നമ്മൾ പുഴുങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കളയരുത്, അത് നമുക്ക് ആവശ്യമാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി, അതുപോലെ തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില വേണം, അതുപോലെ കുരുമുളക്, പച്ചമുളക്, ചെറിയ ഉള്ളി, പിന്നെ വെളുത്തുള്ളി കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കണേ. അപ്പം കുടംപുളി വേണം, ഒരു ജാറെടുക്കുക. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് തേങ്ങയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് വെള്ളം ഒഴിക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാനൊന്ന്. അരക്കല്ല, നമ്മളൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരഞ്ഞു പോവരുത്, അത് പ്രത്യേകം നോക്കണം. ചതച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. വെള്ളം ഒഴിക്കാതെ ചതച്ചെടുക്കണം. നമ്മൾ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഞാനൊന്ന് പെട്ടെന്നൊന്ന് ചതച്ചെടുക്കട്ടെ. കണ്ടോ, ഈ പരുവത്തിന് വേണം നമ്മളിത് ചതച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ കപ്പ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3 വിസിൽ കേട്ടോ. ആ 3 വിസിൽ കപ്പ വെന്ത് വന്നിട്ടുണ്ട്. കേട്ടോ, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് വെലം വെച്ച് പോകും. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഉടയാത്ത കപ്പ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ. ഈ സമയം നമ്മൾ ഇതുപോലെ ഉടച്ചു കൊടുക്കണം. ഒരു 3 വിസിൽ മാക്സിമം. വെന്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉടഞ്ഞു കൊടുത്താൽ മതി. കാരണം വെന്ത് പോകാൻ പാടില്ല കേട്ടോ, നമുക്ക് കപ്പ കടിക്കാൻ കിട്ടണം. എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കണം കേട്ടോ. ഇപ്പം ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മീനിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കണം കേട്ടോ. അതിന് ശേഷം അതിലേക്ക് കുടംപുളി ഇട്ട് കൊടുക്കുകയാണ്. കുടംപുളി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ അതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മീനെ പുഴുങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം, ആ വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. അടി പിടിക്കാതെ നോക്കണം. ഈ വേവാതെ ഇങ്ങനെ നിൽക്കുന്ന ഈ കപ്പയുണ്ടല്ലോ, അതൊന്ന് ഉടച്ചു കൊടുക്കാനാണ് കേട്ടോ ചെയ്യേണ്ടത്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം.
ആ തേങ്ങയുടെ പച്ചമണം മാറുന്ന വരെ വേവിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇളക്കി കൊടുക്കുകയും വേണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിക്കണം. സിമ്മിലിട്ടാൽ മതി ആ നേരം. എല്ലാ ഭാഗങ്ങളും നല്ലപോലെ വെന്ത് നല്ലപോലെ മിക്സായി കിട്ടണതേ. ഈ രീതിയിൽ ഈ പരുവത്തിന് വേണം കിട്ടാനായിട്ട്. ഇപ്പോൾ അതേ തിളച്ച് വരുന്നുണ്ടോ? ആ പച്ചമണം, തേങ്ങയുടെ പച്ചമണമൊക്കെ പോയി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അതെ, കണ്ടോ? ഈ പരുവത്തിന് വേണം കേട്ടോ കിട്ടാനായിട്ട്. ഈ രീതിയിൽ വേണം നമുക്കിത് കപ്പ വേവിച്ചത് കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ലാസ്റ്റ് ഇതിലേക്ക് ചെയ്യുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ സെറ്റായി വന്നില്ലേ? കണ്ടോ, ഞാൻ ഇച്ചിരി മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, വറ്റ, അതിൻ്റെ തലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇങ്ങനെ മാത്രം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ മീൻ കറി കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടെ കൂട്ടിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കപ്പ ഉടച്ചത് മാറ്റുകയാണ് കേട്ടോ. ദേ നമ്മൾ വെച്ച തലക്കറിയാണ്. നിങ്ങൾക്ക് ഈ കറിയുടെ ഒരു വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ മേലെ കണ്ട ഒരു കഷ്ണം മീനും കുറച്ച് കറി അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിക്കണം. ഒരു തക്കാളി, കണ്ട തലയാണേ. അതിന് കൂട്ടായിട്ട് നമുക്ക് കുറച്ച് കട്ടൻ കാപ്പിയും കൂടെ വേണം. കട്ടൻ കാപ്പിയല്ല, കട്ടൻ ചായയാണ് കേട്ടോ, അത് കാപ്പിയല്ല. ദേ കുറച്ച് കപ്പയും മീനും കറി കൂടെ മിക്സ് ചെയ്തിട്ട് ദേ ഇതുപോലെ അങ്ങ് കഴിക്കണം. കൂടെ കട്ടനും അന്തസ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.